നമ്മുടെ എല്ലാവരുടെ ജീവിതവും ട്രഷർ ഹണ്ട് ഗെയിം പോലെയാണ്. ആ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വഴിനീളെ പലതരത്തിലുള്ള ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കൃത്യമായ ക്ലൂ അതിനൊപ്പം ഉണ്ടാവും. ആ ക്ലൂകൾ കൃത്യമായി വായിച്ചു നോക്കി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തിലെത്താനും അവിടെ ഹൈഡ് ചെയ്തിരിക്കുന്ന നിധി കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതവും ഇതുപോലൊരു ട്രഷർ ഹണ്ട് ഗെയിമാണ് എന്നാണ് പറയുന്നത്. ആ നിധിയുടെ താക്കോൽ അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ജോസഫ് മർഫി തൻ്റെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന പുസ്തകമായിട്ടുള്ള പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനൊരു വാചകം പറയുന്നുണ്ട്. നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധി പേടകം അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആവശ്യാനുസരണം ഗണനം ചെയ്തെടുക്കുക മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളത് ശരിയാണ്. നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും അതിൻ്റെ ഉത്തരവും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്ലൂവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അവയെ കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്ന സമയം മുതൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഗമമായി മാറുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ ജീവിതമായിട്ടുള്ള ആ ഒരു ട്രഷർ ഹണ്ട് ഗെയിമിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ലൂ ആണ് നമുക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. നമ്മൾ പറയാറുണ്ട്, കടന്നു വന്ന വഴികളിൽ നമ്മളിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അത്തരത്തിൽ മുറിവുകൾ ഒത്തിരി ഉണ്ട് എന്ന് സങ്കടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളടുത്ത് പറയാനുള്ളത് കൺഗ്രാജുലേഷൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചാൽ പ്രപഞ്ചം നമ്മളിൽ ഉണ്ടാക്കിയ ഓരോ മുറിവുകളും വെറുതെ ആയിരുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ മുറിവുകളും ആ വിടവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചം കൊണ്ടുവരാനായിട്ട് ഉണ്ടാക്കിയ വാതിലുകളാണ് എന്നാണ് പറയുന്നത്. അതായത് മുറിവുകൾ കൂടുതലുള്ളവരാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺഗ്രാജുലേഷൻസ്. ബിക്കോസ് കൂടുതൽ വെളിച്ചം കയറാനായിട്ട് സാധ്യതയുള്ളത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ആയിരിക്കും. അത്തരം വിടവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വെളിച്ചം കയറാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഓരോ സ്ട്രഗിൾസും, നമ്മൾ താണ്ടി വന്നിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും, നമ്മളിൽ ഏൽപ്പിച്ചു എന്ന് നമ്മൾ കരുതപ്പെടുന്ന മുറിവുകൾ, പ്രതീക്ഷയുടെ വെളിച്ചം നമ്മളിലേക്ക് കയറാൻ ആവശ്യമായിട്ടുള്ള വാതായനങ്ങൾ തുറക്കുമായിരുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് തന്നെ തുടർന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ ടാസ്കുകളും വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിലൂടെ നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ക്ലൂ അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന പക്ഷം നമുക്കും നമ്മുടെ നിധിയുടെ അടുത്തേക്ക് വളരെ സ്മൂത്തായി വളരെ വേഗത്തിലെത്താനായിട്ട് സാധിക്കും. അതിന് ആദ്യം നമ്മുടെ ടാസ്കുകൾ എന്താണ് എന്ന് തിരിച്ചറിയണം. നമ്മുടെ മുറിവുകൾ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ആ മുറിവുകളെ കണ്ടെത്തി കൃത്യമായ രീതിയിൽ അതിനെ വായിച്ചു നോക്കി മനസ്സിലാക്കി അതിന് പിന്നിലുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്നത് പക്ഷം അതിനെ കൃത്യമായി ഉണക്കി അതിനെ കൃത്യമായി അടുത്ത ഒരു സ്റ്റെപ്പിലേക്കുള്ള ഏറ്റവും നല്ല ഒരു ചുവടായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ട്രഷർ ഹണ്ട് ഗെയിമിൽ ട്രഷറിനടുത്ത് എത്താനും ആ ട്രഷർ സ്വന്തമാക്കാനും നമ്മളെ കൊണ്ടും സാധിക്കും. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ സ്ട്രഗിൾസിനെ കൃത്യമായി വായിക്കാനും അവ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകളെ തിരിച്ചറിയാനും അതിലൂടെ വെളിച്ചത്തെ കടത്തിവിടാനും നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.